ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പോൾ കുറച്ച് ഡേയ്സായിട്ട് ഇവിടുത്തെ കോർണിഷിൽ മറ്റേ വാട്ടർ ഷോ നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ റൂമിൽ എന്തായാലും വെറുതെ ഇരിക്കുകയാണ്, പ്രത്യേകിച്ചൊരു പണിയൊന്നുമില്ല. അപ്പോൾ ഞാൻ മോർണിംഗ് കൂട്ടി ഒന്ന് പോയി നോക്കാൻ വിചാരിച്ച്. അപ്പോൾ പോയപ്പോൾ ഞാൻ കുറച്ചൊക്കെ ഒരു വീഡിയോസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. ഈ ഒരു കോർണിഷ് കുറേ ആൾക്കാർ കണ്ടിട്ടുണ്ടാവും ഒരു വീഡിയോയിലൂടെ തന്നെ. എന്നാലും കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോളി, രാത്രി അടിപൊളി വ്യൂ ആണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം ആൾക്കാർ ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. ചൂടൊക്കെ കുറഞ്ഞ് വന്നല്ലോ, അപ്പോൾ ആൾക്കാരും ഉണ്ട്. ഇതിനു മുമ്പ് ആൾക്കാർ കുറവേനി കേട്ടോ, ചൂടായതുകൊണ്ട് ആരും അങ്ങനെ പുറത്തിറങ്ങലില്ലായിരുന്നു. അപ്പോൾ ഇവിടെ ആയിട്ടാണ് കേട്ടോ വാട്ടർ ഷോ നടക്കൽ. ഞാൻ വാട്ടർ ഷോ എന്ന് പറയാണ്, അതിന് വേറെ എന്തെങ്കിലും പേരുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ജസ്റ്റ് അത് പറയാണ്. കുറച്ച് ആൾക്കാരൊക്കെ അവിടെ ഓൾറെഡി വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ, അത് കാണാനായിരിക്കും. എനിക്ക് തോന്നുന്നത് ഓരോ മണിക്കൂർ വെച്ചിട്ടാണ്, 5 മിനിറ്റ് വെച്ചിട്ടാണ് ആ ഒരു ഷോ എന്ന് എനിക്ക് തോന്നുന്നത്. ഞാനൊരു 8:30 ആയപ്പോഴാണ് പോയത്. കറക്റ്റ് 9 മണി ടു 9:05 വരെ ഇനി ഷോ. ഇതാ തുടങ്ങാനായിക്കണം കേട്ടോ. തുടങ്ങുന്നതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ എന്താ ഇങ്ങനെ വെള്ളം പോലെ കാണുന്നുണ്ടോ, ഇങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യൽ. ഇതിപ്പോൾ തുടങ്ങി. كل 12 انا من الكيلو 14 ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, ആ ഒരു ഇതിൽ വെള്ളത്തിൻ്റെ ഇതിൽ തന്നെ കുറേ പിക്ചേഴ്സ് ഞാൻ കാണിക്കുന്നുണ്ട്. ഇവിടുത്തെ ഒരു ദുബായിനെ ബേസ് ചെയ്തിട്ടുള്ള ഫോട്ടോസ് ആയിരിക്കാം, എനിക്കറിയില്ല. ഇത് നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അത് ഇവിടെ ഈ ഒരു സൈഡിലൊക്കെ ആയിട്ട് ഞാൻ ഇങ്ങനെ ഒരു ഷോട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ.
കുറച്ചധികം ഷോർട്സ് എടുത്തിട്ടുണ്ട്. കണ്ടിട്ട് ബോറടിക്കുമെന്ന് എനിക്കറിയില്ല. കാരണം ഒന്നെടുക്കുമ്പോൾ അത് ഓക്കെ വിചാരിക്കും, പിന്നെ വേറെ ഒന്ന് വരുമ്പോൾ അതൊന്നും കൂടെ ബെറ്ററാണെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ എല്ലതും എടുത്തിട്ടുണ്ട് കേട്ടോ. കഴിയുന്ന പോലെ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടിട്ട് ബോറടിക്കുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇവിടുന്ന് ഞാൻ ഇറങ്ങി, അത് കഴിഞ്ഞ ഉടനെ തന്നെ ഇറങ്ങി. ഞാൻ അവിടെ വല്ലാണ്ട് ചുറ്റിയൊന്നും നിന്നിട്ടില്ല. ഇനി എനിക്ക് വേറൊരു ഷോപ്പൊക്കെ കയറാനുണ്ട്. രണ്ട് ഡ്രസ്സ് നോക്കണം, പിന്നെ ഹിജാബ്, കാര്യമായിട്ട് ഹിജാബ് നോക്കാനൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഒരു ഷോപ്പിലേക്കാണ് ഞാൻ പോണത്. അപ്പോൾ റോഡ് ക്രോസ് ചെയ്തിട്ട് വേണം പോവാൻ. ഞാനിങ്ങനെ എന്നും എൻ്റെ എല്ലാ വീഡിയോസിലും ഇങ്ങനെ ഷോപ്പ് ചെയ്യണ ഇതുണ്ടാകുമ്പോൾ ഞാൻ ഉമ്മാക്ക് വിളിച്ചപ്പോൾ ഉമ്മ പറഞ്ഞ് ഈ വീഡിയോക്ക് വേണ്ടി ഓൻ്റെ പൈസ കൊണ്ടുപോയി കളയല്ലേ. പക്ഷേ ശരിക്കും അതല്ല, നാട്ടിലേക്ക് പോകാനുള്ളതിൻ്റെ പർച്ചേസിങ് ആണ്. ഞാൻ ഓരോ ദിവസം അങ്ങനെ കഴിയുന്നത് എടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഒറ്റയടിക്ക് എടുക്കണതിൻ്റെ ആ ഒരു ഇത് ഉണ്ടാവില്ലല്ലോ, ആ ഒരു മാസം നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ ഓരോന്നിച്ചും എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു സ്കേർട്ട് ഉണ്ടല്ലോ, അത് ഞാൻ അവിടെ നിന്ന് എടുത്താണ്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ട്രയൽ ചെയ്ത് നോക്കിയതാണ്. ഇവിടെ ഫിറ്റിംഗ് റൂമില്ല, അപ്പോൾ അങ്ങനെ ഇട്ട് നോക്കണം. എനിക്കത് ഭയങ്കര ഇഷ്ടമായിട്ടോ. അപ്പോൾ ഞാൻ അതെടുത്ത്, ഞാൻ ഹിജാബ് എടുക്കാനാണ് പോയത്, പക്ഷേ അതെനിക്ക് കിട്ടിയില്ല. പിന്നെ ഞാൻ ആ സ്കേർട്ട് എടുത്ത് ഇറങ്ങിയിട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ, ചെറിയൊരു വീഡിയോ ആണ്, എന്നാലും കാണാനുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് കാണാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.